ദാ എന്താ ഇത്? ദാ പിടിക്ക്. ഇത് നിനക്കുള്ളതാ. എന്താ ഇത്? ദാ പിടിക്കുന്നേ. എന്താ ഇത്? എന്തിനാന്ന് പറയും. കണ്ടിട്ട് മനസ്സിലായില്ലേ? പൂച്ചെണ്ട്. ഞാൻ പ്രശസ്ത ഗായികയ്ക്കുള്ള ആ വലിയ അവാർഡ് ഏറ്റുവാങ്ങുമ്പോ നിനക്ക് ഞാൻ ഈ പൂച്ചെന്തെങ്കിലും തരണ്ടേ? ദാ ഇതേ കിട്ടിയുള്ളൂ. ഇതിരിക്കട്ടെ. വാങ്ങിക്ക് ശ്യാമേ. ഇപ്പൊ കാണാൻ എന്ത് രസാ. ശരിക്കും അവാർഡ് വാങ്ങേണ്ട കൈകളാണ് ഈ പൂച്ചെണ്ട് പിടിച്ചിങ്ങനെ. കഷ്ടം തന്നെ. ഓ, അപ്പൊ വിസ്മയ്ക്ക് തന്നെ അറിയാം ശരിക്കും അവാർഡ് വാങ്ങേണ്ടത് ശ്യാമയുടെ കൈകൾ കൊണ്ടാണെന്ന്. അർഹതയില്ലാത്ത പലതും കിട്ടുമ്പോ ഇങ്ങനെ അഹങ്കരിക്കുന്നത് അല്പത്തരമാണ്. അത് ഈ വിസ്മയുടെ മിടുക്ക്, എന്റെ മമ്മിയുടെ ബുദ്ധി. ഇവൾക്കൊരു വലിയ കഴിവ് ദൈവം വാരി കോരി കൊടുത്തു. എന്ത് ചെയ്യാം, ബുദ്ധി കൊടുത്തില്ല. പക്ഷെ എനിക്കും എന്റെ മമ്മിക്കും ദൈവം തന്നിരിക്കുന്നതേ ബുദ്ധിയാ. അത് ഞങ്ങൾ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചു. അതാ ഇപ്പൊ ഈ അവാർഡ് എന്നെ തേടി വന്നേ. ഇതിന് പറയുന്നതേ ബുദ്ധിന്നല്ല, കുബുദ്ധിന്ന. എന്തോ ആയിക്കോട്ടെ, ഞങ്ങള് ജീവിതത്തിൽ വളരെ പ്രാക്ടിക്കലാ. ഇനിയും ഇങ്ങനെ പല നേട്ടങ്ങളും ഞാൻ നേടിയെടുക്കും, സംശയമില്ല. വെറുതെ കഴിവുണ്ടെന്ന് പറഞ്ഞ പോരാ, ആ കഴിവ് ഉപയോഗപ്പെടുത്തി രക്ഷപ്പെടാൻ കഴിയണം. ആ കോമൺ സെൻസ് ഇവൾക്കില്ല. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചതിയും വഞ്ചനയും ഇതൊന്നും വലിയ മിടുക്കായിട്ടെ അമ്മയും മോളും കാണണ്ട. നേരത്തെ പറഞ്ഞില്ലേ, ദൈവം. ആ ദൈവത്തിന് അത്രയും ശക്തി ഉണ്ടെങ്കിൽ ആ അവാർഡ് അർഹതപ്പെട്ട കയ്യിൽ തന്നെ എത്തും. എന്റെ പേരില് ഏറ്റവും നല്ല ഗായികയ്ക്ക് പ്രഖ്യാപിച്ച അവാർഡ് ഇവൾക്ക് കിട്ടുമെന്നോ? എന്ത് നല്ല നടക്കാത്ത സ്വപ്നോ. ചിലപ്പോ അങ്ങനെ സംഭവിക്കാം. സംഭവിക്കാം. ഭാര്യയും ഭർത്താവും കൂടി അതും സ്വപ്നം കണ്ടിരുന്നു. ഇപ്പൊ ഞാൻ പോവാ. അവാർഡ് കിട്ടിയിട്ട് ഇവിടേക്ക് ഒരു പ്രാവശ്യം കൂടി ഞാൻ വരും. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടി സംസാരിക്കാം. ഓ അയ്യോ, ഒരു കാര്യം ഞാൻ മറന്നു. ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവാർഡ് സ്വീകരിക്കുന്നത് ശ്യാമയ്ക്ക് കാണണ്ടേ? ഞാനൊരു ഇൻവിറ്റേഷൻ ലെറ്റർ അയക്കാം. പറ്റുമെങ്കിൽ വിളിക്കുകയും ചെയ്യാം. ഉറപ്പായിട്ടും വരണം, കേട്ടല്ലോ? പൂച്ചണ്ട്. ഇത് തന്നെ കളിയാക്കാനാ വിസ്മയെ തന്നത്.
പക്ഷെ നീ പ്രാർത്ഥിക്കുന്ന കണ്ണൻ ശ്യാമയുടെ ഒപ്പം ഉണ്ടെങ്കിൽ ഉറപ്പാ ആ അവാർഡ് ഈ കൈകളിൽ തന്നെ വന്നിരിക്കും. ശ്യാമേ, ഞാനാ പറയുന്ന താൻ ചെല്ല്. തന്റെ കണ്ണനോട് മനം ഉരുകി പ്രാർത്ഥിക്കുക. സത്യമേ ജയിക്കുന്ന ആ കണ്ണൻ തന്നെയാ പറഞ്ഞിട്ടുള്ളത്. ആ കണ്ണൻ തന്നോടൊപ്പം തന്നെ ഉണ്ടാവും. ചെല്ല്, മനമുരുകി പ്രാർത്ഥിക്കുക. കണ്ണൻ ശ്യാമയോടൊപ്പം ഉണ്ടാവും. കണ്ണാ, എന്നെ നീ അനുഗ്രഹിക്കില്ലേ? എന്റെ സങ്കടം കണ്ട് നീ എന്നെ അനുഗ്രഹിച്ചതാണോ? കണ്ണാ. ആ, ശ്രീകുട്ടി. ശ്രീകുട്ടി, വാ വാ. ശ്യാമേ, ഇവളിവിടെ കുറച്ച് സമയം നിൽക്കട്ടെ. എനിക്ക് അത്യാവശ്യമായിട്ട് ബാങ്ക് വരെ ഒന്ന് പോണം. അല്ലാതെയും കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ ബാങ്കിൽ കുറച്ച് തിരക്കാ. അതുകൊണ്ട് ഇവളെ കൊണ്ടുപോയി ശരിയാവില്ല. അതിനെന്താ, ചേച്ചി പോയിക്കോളൂ. ശ്രീകുട്ടി ഇവിടെ നിന്നോളൂ. കളിക്കാൻ അപ്പം ഉണ്ടല്ലോ. എന്നാ ഞാൻ പോയിട്ട് വരാം. ചിലപ്പോ കുറച്ച് താമസിക്കുവേ. സാരമില്ല ചേച്ചി, ശ്രീകുട്ടി ഇവിടെ നിന്നോളൂ. മോളെ, ബഹളം വെക്കല്ലേ. നല്ല കുട്ടിയെ നിന്നോണം കേട്ടോ. ശരി ശ്യാമേ. ശരി മോനെ, ടാറ്റാ. ശരി ആന്റി. ടാറ്റ അമ്മേ. ടാറ്റാ. അപ്പച്ചേട്ടാ, നമുക്ക് കളിക്കാം. പിന്നെ ആവട്ടെ, ഞാൻ ചെടിയൊക്കെ വൃത്തിയാക്കുമല്ലേ. അതെന്താ പൂ, മോള് വിഷമിച്ചിരിക്കുന്ന കണ്ടില്ലേ? ചെന്നെ മോളുടെ കൂടെ പോയി കളിക്കും. എന്നാ ഞാൻ പൊക്കട്ടെ. പോയിട്ടോ. വാ. ശ്രീകുട്ടി, അയ്യോ ശ്രീകുട്ടി, എനിക്ക് എന്തെങ്കിലും പറ്റിയോ? അയ്യോ മോളെ, എന്തെങ്കിലും പറ്റിയോ? എന്താ പൂ, ഇവള് കുഞ്ഞല്ലേ, സൂക്ഷിക്കണ്ടേ? ഞാൻ സൂക്ഷിച്ചാ ബോളറിനെ. ശ്രീകുട്ടി, ശ്രീകുട്ടി ബോള് പിടിച്ചപ്പോ വീണതാ. പോട്ടെ, ഒന്നും പറ്റിയില്ലല്ലോ. എനിക്കൊന്നുമില്ല ചേച്ചി. ചേച്ചി വിട്ടെ, ഞാൻ കളിച്ചോട്ടെ. പോട്ടെ. ദേ ശ്യാമേച്ചി, ഇത് കണ്ടോ? നോക്കട്ടെ. ശോ, മോളുടെ കമ്മലാ. അയ്യോ, ഇത് ഒടിഞ്ഞു പോയല്ലോ. ഇനിയിപ്പത് എങ്ങനെ ഇടുക? അമ്മേനെ വഴക്ക് പറയൂ. അയ്യോ മോളെ, ഏയ് ഇല്ലല്ല, മോൾ കരയണ്ട. ഞാൻ അമ്മയുടെ കാര്യം പറഞ്ഞോളാം. മോളെ അമ്മ ഒന്നും പറയില്ല. ഇല്ല ഇല്ല, അമ്മേനെ വഴക്ക് പറയൂ. ഇനിയിപ്പോ ഇത് എന്താ ചെയ്യാപ്പോ? ഇത് ഒടിഞ്ഞു പോയല്ലോ ചേച്ചി. നന്നാക്കിയാലല്ലേ പറ്റൂ.
അമ്മ വഴക്ക് പറയും. കമ്മല് നന്നാക്കി താ ചേച്ചി. ശ്രീകുട്ടി, ഇത് കടയിൽ കൊണ്ടുപോയാലേ ശരിയാക്കാൻ പറ്റൂ. എന്നാ കടയിൽ കൊണ്ടുപോ. വാ ചേച്ചി, വേഗം വാ. ചേച്ചി, എന്നാ ഞാനിത് കൊണ്ടുപോയി ശരിയാക്കിയിട്ട് വരാം. വേണ്ട പോ, ഞാൻ പൊയ്ക്കോളാം. മോളെയും കൂടെ കൊണ്ടുപോയിക്കോളാം. ശരിയാക്കിയ പിന്നെ അപ്പൊ തന്നെ ഇട്ട് കറക്റ്റ് ആണോ നോക്കാലോ. ചേച്ചി, ഇത് സ്വർണമല്ലേ? ശരിക്കും പൈസ ആവില്ലേ? ഏയ്, കമ്മലിന്റെ കാലൊന്ന് പിടിപ്പിച്ചെടുത്താ മതി. എനിക്ക് ട്യൂഷൻ ഫീസ് കിട്ടിയ കുറച്ച് കാശിരിപ്പുണ്ട്, അത് തികയുമായിരിക്കും. എന്നാ വേഗം ചേച്ചി റെഡിയാവ്. ശരിയപ്പോ ദേ, മോൾ ഓടി വീഴാതെ ശ്രദ്ധിച്ചോണേ. അത് ഞാൻ ഏറ്റു. ചേച്ചി വേഗം പോയി റെഡിയായിട്ട് വാ. കരയാതിരിക്കുക, ഞാൻ വേഗം വരാം. വാ, നമുക്ക് കളിക്കാം. ആ കടയിലേക്ക് ഇനി കൊറേ ദൂരം ഉണ്ടോ ചേച്ചി? ദേ അപ്പുറത്താ മോളെ. കമ്മൽ ഒടിഞ്ഞതറിഞ്ഞ അമ്മ വഴക്കു പറയും. അമ്മ അത്ര കഷ്ടപ്പെട്ടല്ലേ മൂക്കി കമ്മലൊക്കെ വാങ്ങി തന്നത്. അത് കേടുവരുത്തിയ അമ്മയ്ക്ക് ഇഷ്ടാവോ? അതുകൊണ്ടാ. എന്റെ അമ്മ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു തരാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുക. അതൊന്നും സാരമില്ല കേട്ടോ. മോള് മിടുക്കിയായിട്ട് പഠിച്ചാ മതി. മോള് വലുതായി നല്ല ജോലിയൊക്കെ വാങ്ങുമ്പോ അമ്മയുടെ കഷ്ടപ്പാടൊക്കെ തീരും കേട്ടോ. അത് ശരിയാ, ഞാൻ നന്നായി പഠിക്കുന്നുണ്ട്. മിടുക്കി, നല്ല മോളാട്ടോ. ശ്യാമേ, ആ അരുണേട്ടനോ? അങ്കിള്, മോളെ. ശ്യാമേ, രണ്ടാളും കൂടി എവിടേക്കാ? മോളുടെ കമ്മൽ ഒടിഞ്ഞു, അതൊന്ന് ശരിയാക്കാൻ വേണ്ടി പോവാ. കമ്മലോ? അതെങ്ങനെ ഒടിഞ്ഞേ? ഞാനും അപ്പേട്ടനും ബോൾ കളിച്ചതാ. ഞാനൊന്ന് വീണു, അപ്പൊ ഒടിഞ്ഞതാ. അയ്യോ, എന്നിട്ട് മോക്കെന്തെങ്കിലും പറ്റിയോ? എനിക്കൊന്നും പറ്റില്ല, എന്റെ കമ്മലിനെ പറ്റിയേ. ഏട്ടാ, വീട്ടിൽ അപ്പു മാത്രമേ ഉള്ളൂ. ഞങ്ങളെന്നാ പോയിക്കോട്ടെ. അല്ല ശ്യാമേ, നിങ്ങൾ കാർ കയറിക്കോ, ഞാൻ കൊണ്ടുവിടാം. അരുണേട്ട് പോയിക്കോ, ഞങ്ങള് കമ്മൽ റെഡിയാക്കി ഉടനെ തിരിച്ചു പോവും. വേണ്ട ശ്യാമേ, ഇനി ആ പൊട്ടിയ കമ്മലൊന്നും ശരിയാക്കണ്ട. മോൾക്ക് നമുക്ക് പുതിയൊരു കമ്മൽ വാങ്ങാം. അത് ഇത്രയെങ്കിലും മോൾക്ക് വേണ്ടി ഞാൻ ചെയ്യണ്ടേ ശ്യാമേ? എനിക്കറിയാം, എന്റെ മോള് ഇങ്ങനെയൊന്നും ജീവിച്ചാ പോരാ. എല്ലാം എന്റെ ഇനി അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. മോള് വാ, നമുക്ക് പുതിയ കമ്മലും ഡ്രസ്സും ഒക്കെ വാങ്ങാം. വാ. അയ്യോ, അതൊന്നും വേണ്ടെങ്കിലേ. വേണം. മോള് കാറി കയറി. ശ്യാമേ, വന്നേ. അല്ല ഏട്ടാ, അത് ശ്യാമേ, എന്റെ മോൾക്കായിട്ട് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കൊടുക്കാൻ പറ്റിയൊരു അവസരമായത്. ശ്യാമ ഒന്നേ പ്ലീസ്. ഏട്ടാ, അത് ശ്യാമേച്ചി, അങ്കിളെ പോവാം. കണ്ടോ മോളുടെ ഉത്സാഹം കണ്ടോ? ശ്യാമ വന്നേ. അരുണേട്ടൻ ഇതെന്ത് ഭാവിച്ചാ? മോളെ കണ്ട ഇപ്പൊ ആളാകെ മാറിപ്പോവാ. ഇത് വല്ലാത്ത അപകടത്തിലേക്കുള്ള പോക്ക. ശ്യാമേ, വാ ശ്യാമേ. വന്നേ. ആ ശ്യാമേച്ചി. മോളെ കയറി. മോളെ, വേഗം പോവാം, ഇനിയും വൈകിയേ പറ്റില്ല.
നന്നായിട്ടുണ്ടല്ലേ അങ്ങളെ? മോളെ സൂപ്പർ. ഇപ്പൊ കണ്ട ഒരു രാജകുമാരി പോലെ ഉണ്ട്. ശരിക്കും ശരിക്കും. ഒരു രാജകുമാരി പോലെ തന്നെയുണ്ട്. അമ്മ എന്നെ ഇപ്പൊ കണ്ട പെട്ടെന്നറിയില്ല അല്ലേ അങ്കിള്? ശരിയാ, പെട്ടെന്നറിയില്ല. അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്താന്നറിയോ? അമ്മയോ ശ്യാമേച്ചിയോ അല്ലാതെ വേറെ ആരും എന്ത് വാങ്ങി തന്നാലും വാങ്ങരുതെന്നാ. അതിന് ഞാൻ മറ്റാരും അല്ലല്ലോ മോളുടെ. അത് ഞാൻ അങ്കിളാ വാങ്ങി തന്നെന്ന് മോൾ അമ്മയോട് പറഞ്ഞാൽ മതി. അപ്പൊ വഴക്കു പറയില്ലേ? ഇല്ല കേട്ടോ, മോളെ വഴക്ക് പറയില്ല. സത്യാണോ? ആ അതെ മോളെ, അമ്മ വഴക്ക് പറയില്ല. എന്നാ നമുക്ക് പോയാലോ അരുണേട്ടാ? ശ്യാമേ, മോളെ കണ്ട് എനിക്ക് കൊതി തീർന്നില്ല. ആ, ശ്യാമയ്ക്ക് പോകാൻ അത്യാവശ്യമാണോ? ആ, പോവാം. ഇനിയും വൈകിയ ശരിയാവില്ല. അവിടെ അപ്പു മാത്രമേ ഉള്ളൂ. എന്നാ ശരി, പോവാം. പോവാം മോളെ. നിൽക്കും മോളെ. ആ ആദ്യേട്ടനാ. ഹലോ ആദിത്യന്, ആ മനസ്സിലായി. നീ എത്രയും വേഗം അഖിലിനെ കൂട്ടി കമ്പനി ഓഫീസിലേക്ക് വരണം. എന്താ കാര്യം? ഒരു എമർജൻസി മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. കാര്യമൊക്കെ വന്നിട്ട് പറയാം. അച്ഛൻ പറഞ്ഞിട്ടാ. വേഗം നിങ്ങൾ വരണം. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഇനി എന്ത് തിരക്കാണെങ്കിലും രണ്ടാളും വേഗം എത്തണമെന്ന് അച്ഛനും അമ്മയെ പറഞ്ഞത്. അല്ല അത് ഞാൻ വേണമെങ്കിൽ അച്ഛനെ കൊണ്ട് തന്നെ വിളിപ്പിക്കാം. വേണ്ട, ഞാൻ വന്നേക്കാം. ശരി, വേഗം വാ. പക്ഷേ ആദ്യേട്ടാ, ഞാൻ പറഞ്ഞാൽ അഖി കേൾക്കില്ല. ആ ടെൻഷൻ വേണ്ട. അച്ഛനെ അവനോട് സംസാരിക്കും. നീ ചെന്ന് അവനെ കൂട്ടി വന്നാൽ മതി. ശരി. എന്താ ഏട്ടാ? ഓരോരോ കുരിശുകളെ. ശ്യാമയും മോളും ഒരു ഓട്ടോ ഓടിച്ചു പോക്കോ. അവിടെ കമ്പനിയിൽ എന്തോ അത്യാവശ്യം. വേഗം ചെല്ലാൻ അച്ഛൻ പറഞ്ഞിരിക്കും. ആ കുഴപ്പമില്ല, ഞങ്ങൾ പൊയ്ക്കോളാം. അരുണേട്ട് വേഗം ചെന്നോ. ഓട്ടെ മോളെ, അങ്കിളിന് കുറച്ച് തിരക്കുണ്ട്. അങ്കിള് പോവാണോ? മോളെ, അങ്കിൾ പൊയ്ക്കോട്ടെ. കാണാം കേട്ടോ മോളെ. ശ്യാമേ, ആ, വാ. ഐശ്വര്യ, ഞാൻ പറയുന്ന സെൻസിൽ കാര്യങ്ങൾ എടുക്കണം. ഇത് കുടുംബ പ്രശ്നമല്ല, കമ്പനി കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ കാണണം. വാടാ. വാ.
ചില സുപ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. വസു പറയേ. അത് എനിക്കെന്തോ ഒരു തലവേദന പോലെ. ആനന്ദേട്ടൻ പറഞ്ഞോളൂ. ശരി. ഐശ്വര്യ വൈസ് ചെയർപേഴ്സണായി ചുമതലയേറ്റ ശേഷം കമ്പനി ബിസിനസ് ഗ്രാഫ് കുത്തനെ താഴോട്ടാ. പിന്നെ ഓഫീസ് സ്റ്റാഫിനിടയിലും ചില പരാതികൾ ഐശ്വര്യയെ സംബന്ധിച്ചുണ്ട്. ചില സ്റ്റാഫുകൾക്ക് അമിത പരിഗണന കൊടുക്കുന്നു, ചിലരെ തരം താഴ്ത്തി സംസാരിക്കുന്നു. ഇങ്ങനെ പോകുന്നു കംപ്ലൈന്റുകൾ. ഇതിനെപ്പറ്റി ഐശ്വര്യക്ക് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ തരാനുണ്ടോ? അതെന്റെ പിടിപ്പുകേട് കൊണ്ടൊന്നല്ല ബിസിനസ് കുറയുന്നത്. ടോട്ടലി മാർക്കറ്റ് ഡൗണാ. അതുകൊണ്ടാ